ഹായ്, സുരയ്യാസ് ആർട്ടിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെക്ക് ഷർട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു റീയൂസ് ഐഡിയയാണ് ഇന്ന് നമുക്കുള്ളത്. 2 തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊരു ഫ്രോക്ക് ഉണ്ടാക്കലാണ് പരിപാടി. എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചിയുടെ കൊച്ചുമോൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷർട്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് കളയാതെ എടുത്ത് വെച്ചിട്ട് ആൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം ഈ ബട്ടൺ ആവട്ടെ അല്ലെങ്കിൽ ഈ സ്ട്രിപ്പ് ആവട്ടെ ഇതെല്ലാം അതിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനൊരു ഒരു സ്പെഗറ്റി അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ഫ്രോക്ക് അങ്ങനെയൊക്കെ പറയാം, വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ. അപ്പം ഞാൻ എടുക്കുന്നത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ എടുക്കാം. ഷർട്ട് നന്നായി അയൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അതിനുശേഷം നല്ല നീറ്റായിട്ടൊന്ന് നമുക്ക് വിടർത്തിയിടുക, നല്ലവണ്ണം ഒരു പാളിച്ചകളും വരാതെ ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇറക്കം. അപ്പോൾ ഇറക്കം എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്നത് 20 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, എപ്പോഴും താഴെ നിന്ന് മുകളിലോട്ട് കൊടുക്കണേ. കാരണം താഴത്തെ ഈ റൗണ്ട് കണ്ടോ, ഈ ഫ്ലെയറൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ എടുക്കാം. അപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന നല്ല സൈഡ് തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഷർട്ട് നല്ല നിവർത്തി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 20 തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതൊരു 3 ഇയേഴ്സിനൊക്കെ നല്ലതായിട്ട് ചേരും, ഒരു 2 to 3. അപ്പം ഞാനിവിടെ ഒരു 20 എടുക്കുന്നുണ്ട് എന്തായാലും. ഇത് തന്നെയാണ് എൻ്റെ ചെസ്റ്റിൻ്റെ ലൈനായിട്ട് ഞാൻ കണക്കാക്കാൻ പോണേ. അതിൻ്റെ മുകളിലാണ് ഞാൻ കെട്ട് വെക്കുകയോ ബെൽറ്റ് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ചെസ്റ്റ് തന്നെയാണ് ഇത്. അപ്പം ചെസ്റ്റിൻ്റെ അളവ് ഇതിലാണ് കൊടുക്കേണ്ടത്. ഇപ്പം 4ആയിട്ട് നമ്മൾ തുണി മടക്കിയാൽ 6 ഇഞ്ച് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞാളിന്. അപ്പോൾ 6ഉം 6ഉം 12, പിന്നെ ഓരോ ഇഞ്ച് മാർജിൻ. അപ്പോൾ നമ്മൾ മടക്കിയിട്ടിട്ട് ചെയ്യുമ്പോൾ ഉള്ളത് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ എനിക്ക് 12ഉം പിന്നെ 2 ഇഞ്ച്, അതായത് 6 + 1. അപ്പോൾ ഇവിടെയും 6 + 1, അപ്പോൾ 12 വേണം. ഈ ഒരു ബട്ടണിൻ്റെ സ്ട്രാപ്പിൻ്റെ നേരെയാണ് ഞാൻ 7 ഇഞ്ച് കൊടുക്കുന്നത്. ചെസ്റ്റിലാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ 7 കൊടുക്കുന്നു. ഇവിടെ 1 ഇഞ്ചിലും കൂടി കൊടുക്കാം, കാരണം 1 ഇഞ്ച് മാർജിനാണ്. 6 ഇഞ്ച് ചെസ്റ്റും 1 ഇഞ്ച് മാർജിനുമാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ 14-ൽ 1 മാർക്കും 13-ൽ 1 മാർക്കും കൊടുത്താൽ നമുക്ക് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പാണെന്ന് അല്ലെങ്കിൽ സീം അലവൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി എനിക്ക് വേണ്ടത് താഴേക്കൊരു ചെറിയൊരു ഷേപ്പ് കൊടുക്കണം. ബാക്കി ഫ്ലെയർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഷേപ്പ് കൊടുക്കാൻ ഞാൻ മുകളിൽ നിന്നും താഴേക്ക് ഒരു 5 ഇഞ്ച് കൊടുക്കാം. നമുക്ക് നല്ല ഷോർട്ടാണെങ്കിൽ 4 or 4.5 കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെയും താഴെ ഒരു 5 ഇഞ്ച്. ഇനി എനിക്ക് ഇതിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് മതി. ഇവിടെ ഞാൻ 6ഉം 1ഉം എടുത്തു. ഇവിടെ ഞാൻ 5ഉം 1ഉം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബട്ടണിൻ്റെ നേരെ വെച്ചിട്ട് ഉണ്ടോ, അതിൽ ഇവിടെയും 1 ഇഞ്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തും ലാസ്റ്റ് വരുമ്പോൾ ഫുൾ ഫ്ലെയർ എടുക്കും. അപ്പോൾ ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെയും നമുക്കിത് ഒന്ന് ജോയിൻ ആക്കാം. നേരെ കൊണ്ടുവന്നത് ഈ ഒരു ഫ്ലെയറിൽ അങ്ങ് കൊടുക്കാം. ഫുൾ ഫ്ലെയർ. ഈ ഒരു ഷേപ്പ് എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും. എല്ലാ കാര്യങ്ങളും ഈ ഓപ്പൺ എല്ലാം ഇങ്ങനെ തന്നെ ഇട്ടേക്കാം. ഈ ബട്ടണും എല്ലാം, ഈ ഒരു ബട്ടൺ മാത്രം നമുക്ക് ആദ്യം പറിച്ചെടുത്ത് നമുക്കൊന്ന് അരികൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഈ മാർജിനിൽ നിന്നും നമുക്ക് ഇങ്ങ് അറ്റം വരെയുള്ള ആ ഒരു ഫ്ലെയറിനെ അങ്ങ് എടുത്തു കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിനി ഇതിൻ്റെ മുകളിൽ ബെൽറ്റ്, അതായത് കൈയുടെ സ്ട്രാപ്പ്, അത് കൊടുക്കുമ്പോൾ കഴുത്തും കൂടെ വരുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു ബെൽറ്റ് വെച്ചിട്ട് നമുക്കിത് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേറെ വലിയ പരിപാടികളൊന്നുമില്ല. ഇതിൽ തന്നെ ആവശ്യത്തിന് മോഡലുകളുണ്ട്. ഇവിടെ സ്ലിറ്റ് ഉണ്ട്, പിന്നെ ഈ ബട്ടൺ എല്ലാം ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ.
ഇപ്പോൾ ബാക്കും ഫ്രണ്ടും ആയി. ഇനി നമുക്ക് കൈയുടെ ഇതെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഷേപ്പിൻ്റെ അവിടെ ഉണ്ടല്ലോ ഒരു ബെൽറ്റും കൂടി ബാക്കിലേക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ കൈക്കൊരു ബെൽറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു പീസ് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് ചേർത്തെടുക്കുന്നില്ല, രണ്ട് ഫ്രണ്ടിൽ നിന്നും കൂടെ ആയിട്ട് രണ്ട് കൈ എടുക്കാം ബെൽറ്റ്. ഈ താഴെ അതായത് ബാക്കിൽ വെക്കാൻ ഈ താഴെ കിടക്കുന്ന തുണിയും എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ട് അളവൊക്കെ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ഉണ്ടാകുന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് നീളവും ഒരു 4 ഇഞ്ച് വീതിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചിട്ട് കുറയ്ക്കണമെങ്കിൽ 7 ഇഞ്ച് എടുക്കാം, 3 ഇഞ്ച് എടുക്കാം വീതി. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞോളും. ഷർട്ടിന് ഇവിടെ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും. അതിൻ്റെ താഴെയുള്ള ഈ തുണിയാണ് ഞാൻ ബാക്ക് സൈഡിൽ 2 ബെൽറ്റ് വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ടോ? അപ്പോൾ ഇതിൽ ഇനിയിപ്പം നമുക്ക് വലിയ കുട്ടികളൊക്കെയാണ്, കൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ കൈ തന്നെ ഓൾട്ടർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം എനിക്ക് കൈ വേണ്ടാത്തത് കൊണ്ടാണ് ആ കൈയുടെ ബാക്കി തുണി അവിടെ വരുന്നത്. ബാക്കിയെല്ലാം ഞാൻ എടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ബാക്കിൽ പിടിച്ച് കെട്ടാനുള്ള 2 ചരടുണ്ടല്ലോ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ 2ആക്കി എടുക്കുന്നു. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ ഇത്ര തുണിയേ ഉള്ളൂ. കഴിഞ്ഞു, കട്ടിങ് കഴിഞ്ഞു. അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ഓപ്പൺ കണ്ടോ? ഇതിനെ നമുക്കൊന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റുള്ള ഒരു ബട്ടൺ ഞാനത് ഒന്ന് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പം ഇവിടെ 2 പീസിൻ്റെയും ഇവിടെ ജസ്റ്റ് ഒന്ന് ഹാഫ്, പിന്നെ ഒരു ഹാഫ് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുക. 2 സ്ഥലത്തും ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ബെൽറ്റ് അടിക്കുന്നതാണ്. അപ്പോൾ ബെൽറ്റുകളൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ ഈ ചെയ്തെടുത്ത ബെൽറ്റ്, അതായത് പുറകിൽ വെക്കാനുള്ള കെട്ട് മറിച്ചെടുക്കാം. അതിനിപ്പോൾ നമ്മൾ പപ്പടം കുത്തി എടുത്തേക്കുന്ന ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അത് മറിച്ചെടുക്കാം. ഞാനിത് ഇങ്ങനെ 2 ബെൽറ്റ് മറിച്ചെടുത്തു. കണ്ടോ? ഇത് ബാക്കിൽ വെക്കാനുള്ളതാണ്. ഇനി നമുക്ക് കൈക്കുള്ളതും അതുപോലെ തന്നെ ഒന്ന് അടിച്ചിട്ട് തിരിച്ചെടുക്കാം. തുണിയില്ലാത്തത് കൊണ്ട് വളരെ നേരിയ 2 ബെൽറ്റാണേ. ഇതിപ്പോൾ 2 ബെൽറ്റ്. ഇത് തുണി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വീതി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിന് വീതി കുറവാണ്. പിന്നെ ഇത് നമ്മുടെ ആ കൈ വയ്ക്കാനുള്ള ബെൽറ്റ്. ഇത് ഞാൻ അടിച്ചിട്ടിങ്ങനെ ടേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഈ അറ്റത്ത് 1 ഇഞ്ച്, ഈ അറ്റത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെയും. എന്നിട്ട് വച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ 1 ഇഞ്ചാണ് നമ്മൾ അകത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ ഇതിലും. ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. ഇപ്പം നല്ല സൈഡുമാണ് കിടക്കുന്നത്. ഇതാണ് കഴുത്ത്. കണ്ടോ? ഇതാണ് കൈ. അപ്പോൾ ഇതിൻ്റെ അകലം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 4.5 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 4.5 ഇതാ കണ്ടോ? നിങ്ങൾക്ക് 4, ചെറിയ കുട്ടിയാണെങ്കിൽ 4 മതി, വലിയ കുട്ടിയാണെങ്കിൽ 4.5 കൊടുക്കാം. അതിലും വലിയ കുട്ടി 3 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ 4.5 തന്നെ മതിയാകും. ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇത് 2ഉം കൂടെ വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയാലും മതിയാവും. ഇങ്ങനെ കൊടുത്താലും മതി. നല്ല വശം ഇതാണ്, ചീത്ത വശം. അപ്പം നമുക്ക് ആ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ നേരത്തെ. ഇത് അടക്കണം. ഇതാ ഓരോ പിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇതാ ഇവിടെ നിന്നേ കൊടുക്കാം. 2ാമത്തെ സ്റ്റിച്ച് ഇതാ ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും, ഇത് ഫിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഓരോ സ്റ്റിച്ച് അങ്ങ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബെൽറ്റ് പീസ് 2ഉം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിന് നെക്കുമായി കയ്യുമായി. ഇനിയിപ്പോൾ ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ സൈഡ് 2ഉം ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ. അവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ ബെൽറ്റിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതും കൂടെ വെച്ച് വേണം ഇങ്ങനെ അടിച്ചു പോവാൻ കേട്ടോ. എവിടെ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കും. ഷേപ്പിൻ്റെ താഴെയൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ നിന്ന് അങ്ങ് അടിച്ചു പോവുക. അപ്പോൾ 2 സൈഡിലും അങ്ങനെ അടിച്ചു വരാം. ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്നൊരു ബട്ടൺ നേരത്തെ നമ്മൾ അഴിച്ചു മാറ്റിയായിരുന്നല്ലോ, അതിനെ തിരിച്ച് പിടിപ്പിക്കും. അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമ്മൾ ഇന്ന് ചെയ്തത് ഒരു ഷർട്ട് റീയൂസ് ഐഡിയ ആയിരുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കൊണ്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഒരു പുതിയ നല്ല യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും വരാം.